മിന്നൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് അയില മീൻ കട്ട് ചെയ്യുന്ന വീഡിയോ ആണ്. കറി വെക്കണമുണ്ട് കേട്ടോ. എളുപ്പത്തിൽ കട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മീനും കൂടിയാണ് അയില. അപ്പോൾ ഇതെങ്ങനെ കട്ട് ചെയ്യണമെന്ന് കുറച്ചൊക്കെ ഒരു വലിപ്പമുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം മീനിൽ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അയില കട്ട് ചെയ്യാൻ പെട്ടെന്ന് നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ക്ലീനാക്കി എടുക്കാൻ പറ്റേണ്ടതാണ്. ആദ്യം കത്തിയോണ്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ ഇവിടുത്തെ ഈ ഇതുണ്ടാകുമല്ലോ, ഇതൊന്നാണ്ട് പിന്നെ ഇവിടെ ഉണ്ടാവും അതുപോലെ രണ്ടോടത്ത് ഇത്. പിന്നെ ഇതിൻ്റെ വാല് ഇതുപോലെ ആക്കിങ്ങാണ്ട് ഇങ്ങനെ കട്ട് ചെയ്യുക. പിന്നെ ഇവിടെ ചെറിയൊരു ഇതുണ്ടാവും. പിന്നെ അയലിൻ്റെ തല ഞാൻ എടുക്കണില്ല കേട്ടോ. ഇങ്ങനെ ഇതിൻ്റെ ഈ മണ്ട ഉണ്ടല്ലോ, ഇത് കയറ്റിങ്ങാണ്ടാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇതുപോലെയാണ് ഞാൻ കട്ട് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. കണ്ടോ, കത്തിയിട്ട് ഇങ്ങനെ ഒന്ന് വരച്ചെടുക്കാം. നല്ല മഴയായിരുന്നു കേട്ടോ. ഒന്ന് രാവിലെ തന്നെ നല്ല മഴയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ രാവിലെ തന്നെ മീൻ കിട്ടും കേട്ടോ. വണ്ടിയിൽ നമ്മൾ മീൻ വാങ്ങുകയാണെങ്കിൽ 11 മണിയാവും. ഇത് രാവിലെ ഒരു അൽബികാക്കാന്ന് പറയും. അത് രാവിലെ 7 മണിക്ക് തന്നെ മീൻ തലയിലേക്ക് ഇങ്ങോട്ട് കൊണ്ടുവരും കേട്ടോ. അപ്പം അതിൻ്റെ അടുത്തൊന്ന് വാങ്ങി നമുക്ക് പെട്ടെന്ന് കറി ഉണ്ടാക്കാനും പൊരിക്കാനും പറ്റും. നല്ല മഴ കേട്ടോ. മഴൻ്റെ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടാവും. അതിലാകുമ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് മുറിക്കാൻ പറ്റേണ്ടതാണല്ലോ. നമ്മളെ മത്തിക്ക് പിന്നെ ചിളക്കുണ്ടാകുമ്പോൾ പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റൂല. ചെറുതാണ് കേട്ടോ, അതൊക്കെ ചെറുതാണ്. ഇതിനൊന്നും കയമ്പില്ല കേട്ടോ. ഇത് കണ്ടോ, ഇത് കുറച്ച് വലിപ്പമുള്ളതാണ് കേട്ടോ. അതിന് പഞ്ഞിയുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഇതിൻ്റെ വയറ്റിലേ ചെറിയ മുട്ട ഉണ്ടാവാനുള്ളതുണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളത്തെ ഈ കറുപ്പുണ്ടല്ലോ, അത് പോകണം കേട്ടോ. നമ്മൾ ഏത് മീൻ കട്ട് ചെയ്യുകയാണെങ്കിലും അതിൻ്റെ ഉള്ളത്തെ ഇത് പോയി കിട്ടണം. നമ്മൾ കറി ഉണ്ടാക്കാൻ കട്ട് ചെയ്യണം കേട്ടോ. നമ്മൾ കറിക്കാണ് കേട്ടോ. എല്ലായിടത്തും മഴ ഉണ്ടാകുന്ന അറിയില്ല കേട്ടോ. ഇന്നലെ ഒന്നും ഇങ്ങോട്ട് മഴ ഉണ്ടായിട്ടില്ല കേട്ടോ. ഇന്നലെ ചില ഭാഗത്തൊക്കെ നല്ല മഴയായിരുന്നു. ഓരോ സ്ഥലത്ത് കണ്ടപ്പോൾ മഴക്കാലം ആയല്ലോ. എല്ലായിടത്തൊക്കെ മഴ ഉണ്ടാവും. ചെറിയൊരു അയില കുട്ടിയാണ് കേട്ടോ. ഒരു കിലോ അയിലക്ക് 160 കേട്ടോ ഇന്നത്തെ റേറ്റ്. അപ്പോൾ അത് 100 രൂപക്ക് വാങ്ങിയതാണ് കേട്ടോ. മീനിനിപ്പോൾ നല്ല റേറ്റാണല്ലോ. അപ്പോൾ നമ്മളിത് മീൻ കട്ട് ചെയ്ത് ക്ലീനാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് പൊരിക്കാനാണ് കേട്ടോ, ഇത് കറി ഉണ്ടാക്കാൻ. അപ്പോൾ കറി ഉണ്ടാക്കാൻ 5 അയലേന് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആദ്യം പൊരിക്കാനുള്ള ഇതിലേക്ക് നമുക്ക് മസാല ചേർത്തി കൊടുക്കാം. മുളക് പൊടിയാണ് കേട്ടോ. നല്ല എരിവുള്ളതാണ്. നല്ല എരിവുള്ളതുകൊണ്ടാണ് 1/2 ടീസ്പൂൺ ഇട്ടിട്ടുള്ളത് കേട്ടോ. പിന്നെ 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പെരിഞ്ചീരകവും കറിവേപ്പിലയും കൂടി പൊടിച്ചതാണ് കേട്ടത്.
പിന്നെ അത് ആവശ്യത്തിനുള്ള ഉപ്പാണ് കേട്ടോ, ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ ഒരല്പം വിനീഗറാണ് കേട്ടോ. പുളിവെള്ളം ഉണ്ടെങ്കിൽ പുളിവെള്ളം ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഇനി കൈ കൊണ്ട് നമുക്കിത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് വെളിച്ചെണ്ണ വേണമെങ്കിൽ ഒരല്പം ഒഴിച്ച് കൊടുക്കട്ടെ. അപ്പോൾ ഞാനിപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടില്ല. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കേണ്ടത് നല്ലതാണ് കേട്ടോ നമ്മൾ മസാല ചേർക്കുമ്പോൾ. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഈ കറി ഉണ്ടാക്കാനുള്ളത് നോക്കാം. മീൻ കറി ഉണ്ടാക്കാൻ അരമുറി തേങ്ങ, 2 ചെറിയുള്ളി, 1 വെളുത്തുള്ളി പൊളിച്ചതാണ് കേട്ടോ. അപ്പോൾ 1 ടീസ്പൂൺ പെരിഞ്ചീരകം കൊടുത്തിക്കണം. അപ്പോൾ അത് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ 2 തണ്ട് കറിവേപ്പിലയും മിക്സിൻ്റെ ജാറിലിട്ട് അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ തേങ്ങ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് വെള്ളം ഒഴിച്ച് കറിവേപ്പില ഇട്ടിട്ട് അരച്ചെടുക്കുക കേട്ടോ. തേങ്ങ ഒന്ന് അരച്ചതിൻ്റെ ശേഷം ഇതിലേക്ക് ഞാൻ 2 കാന്താരി മുളക് ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ കറി വെക്കാൻ കുറച്ച് മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ ചേർക്കുമല്ലോ, അതിനാണ് കാന്താരി മുളക് ഇട്ടേക്കേണ്ടത്. ഒരല്പം മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്. പിന്നെ അത് 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. മീൻ കറിയിൽ നമ്മൾ മല്ലിപ്പൊടി ചേർത്തി കൊടുക്കും. 1 ടീസ്പൂൺ മുളക് പൊടിയാണ് കേട്ടോ. ഒരു വട്ടം കൂടി നമുക്കത് അരച്ചെടുക്കാം. അപ്പം നമ്മൾ അരച്ചത് ഇതാ മൺചട്ടിക്കാണ് കേട്ടോ, കറി ഉണ്ടാക്കുന്ന ചട്ടിക്കാണ് ഒഴിച്ചിട്ടുള്ളത്. നമ്മൾ മിക്സിയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കണ്ട് ഇതിലേക്ക് ഒഴിക്കാം. വെള്ളം ഒഴിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ തക്കാളിയാണ് കേട്ടോ, നമ്മൾ മീൻ കറിക്ക് ഒരു തക്കാളി കട്ട് ചെയ്തിട്ട് കൊടുക്കാം. പച്ചമുളക് ഉണ്ടെങ്കിൽ പച്ചമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം നമ്മൾ അതിലേക്ക് ചീരാമുളക് ഇട്ട് കൊടുത്തീനല്ലോ, അപ്പോൾ പച്ചമുളക് ഇട്ട് കൊടുക്കണില്ല. പിന്നെ അത് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കണുണ്ട്. പിന്നെ ഞാൻ ഇവിടെ പുളിക്ക് പകരം നമ്മൾ ഓർക്കാപ്പുളി കുറച്ച് അച്ചാറിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു. അപ്പോൾ അത് നല്ല പുളി ഉണ്ടാവുമല്ലോ, അപ്പോൾ ഇതിങ്ങനെ കൂട്ടാൻ കഴിയൂല. അപ്പോൾ അത് മീൻ കറിയിലൊക്കെ ഇടാൻ വേണ്ടി ഇങ്ങനെ ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതൊരു 1.5 ടേബിൾ സ്പൂണ് ചേർത്തി കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിത് നോക്കിയിട്ട് പുളി കുറവാണെങ്കിൽ കുറച്ചും കൂടി ചേർത്തി കൊടുക്കുക. അപ്പോൾ ഓർക്കാപ്പുളി ഉണ്ടായപ്പോൾ ഇതേപോലെ ഉണ്ടാക്കി വെച്ചതായിരുന്നു കേട്ടോ. അച്ചാർ പോലെ ഉണ്ടാക്കിയാണ്ട് മീൻ കറിയിലിടാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ. അപ്പോൾ അതാണ് ചേർത്തിട്ടുള്ളത്. പുളിയാണെങ്കിൽ നമുക്ക് ഈ മീൻ കറിക്കുള്ള പുളി വെള്ളത്തിലിട്ട് കണ്ട് പുളി ഒഴിച്ചെടുത്താൽ മതി. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കട്ടെ. നല്ല കുറുന്നനുണ്ട്. നമ്മൾ പുളി ഒഴിച്ച് കൊടുക്കുമ്പോൾ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ വെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടാവില്ലല്ലോ. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഈ കറിയൊന്ന് വെന്തതിൻ്റെ ശേഷം നമ്മൾ മീൻ കഷ്ണം ഇട്ട് കൊടുക്കണ്ട കേട്ടോ. അപ്പോൾ നമ്മളെ കറി തിളച്ചിട്ടുണ്ട് കേട്ടോ. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ ഇതുണ്ടാവുമല്ലോ, അരച്ചതൊക്കെ ഒരു പോലെ കിട്ടും. തിളച്ചിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ചും കൂടി തക്കാളിയും ഒന്ന് വെന്ത് കിട്ടട്ടെ. നമ്മൾ അരവൊക്കെ ഒന്ന് വെന്ത് കിട്ടിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് കുറവാണെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പും പുളിയൊക്കെ കുറവാണെങ്കിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. മീൻ കഷ്ണം ഇട്ടിട്ടില്ല, തക്കാളിയൊക്കെ വെന്തിട്ടിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് മീൻ കഷ്ണം ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളമൊക്കെ വറ്റി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അരവൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. മീൻ കഷ്ണം ഇട്ട് കൊടുക്കാം. മീൻ കഷ്ണം ഇട്ടൊന്ന് മിക്സ് ചെയ്ത് കണ്ടൊന്ന് വേവിച്ചെടുക്കാം. അടച്ചെടുക്കട്ടോ. മീൻ കഷ്ണങ്ങളിട്ട് ഇതാ കറി തിളച്ചിട്ടുണ്ട് കേട്ടോ. തീ സിമ്മിലാണ്, കൂട്ടി കൊടുക്കണ്ട. മൺചട്ടി ആകുമ്പോൾ തിളച്ചും കൊണ്ടേ ഇരിക്കും.
തേങ്ങ അരച്ച കറിയാകുമ്പോൾ 2 ദിവസമൊക്കെ നമുക്ക് കഴിക്കാനുണ്ടാവും കേട്ടോ ഫ്രിഡ്ജിൽ വെച്ചാൽ. മീൻ കറി പിറ്റേന്നൊക്കെ നല്ല ടേസ്റ്റാവും. മുളക് ഇട്ടാൽ കൂടുതൽ കറി ഉണ്ടാവില്ലല്ലോ. ഇപ്പോൾ നമ്മൾ മീൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഒന്ന് തൂമിക്കാൻ ചെറിയ ഉള്ളിയും കറിവേപ്പിലയാണ് കേട്ടോ നമ്മളെടുത്തിട്ടുള്ളത്. നമ്മളുണ്ടാക്കിയ അയിലക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചോറിൻ്റെ കൂടെ, പത്തിൻ്റെ കൂടെ, എന്തിൻ്റെ കൂടെ കഴിക്കാനും നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അറിയേണ്ടതിന് അറിയാത്തവരും ഉണ്ടാവുമല്ലോ, അവർക്കും വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.